എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനമൊക്കെ കഴിഞ്ഞു. അങ്ങേര് ഇപ്പോൾ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇസ്രായേലിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരിൽ വെച്ച് ഏറ്റവും നല്ല സുഹൃത്താണ് ട്രംപ് എന്നാണ് ഈ സന്ദർശന ശേഷം നെതന്യാഹു പറയുന്നത്. ശരിയാണ്, രണ്ട് ഭ്രാന്തന്മാർ തമ്മിൽ തോന്നുന്ന വികാരമാണത്. തോറ്റു കാല് പിടിക്കാനും വീമ്പിളക്കാനും മാറ്റി പറയാനും രണ്ടു പേർക്കും ഒരേ കഴിവാണുള്ളത്. ട്രംപ് ഭരണത്തിൻ്റെ ആദ്യ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ ആദ്യം പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പല നടപടികളും നിർത്തിവെച്ചിരിക്കുകയാണ്. ഗസയിൽ നിന്നും എല്ലാവരെയും ഓടിച്ച് സ്വർഗം പണിയാനുള്ള തീരുമാനമൊക്കെ വേണ്ടെന്ന് വെച്ച് ഗസ ഇനി അമേരിക്കയ്ക്ക് കൈമാറി അവിടെ അമേരിക്കൻ സ്വർഗം പണിയുമെന്നാണ് നെതന്യാഹു ഇപ്പോൾ പറയുന്നത്. ഈ അമേരിക്കയ്ക്ക് ഗസയിൽ വരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിച്ച് നിക്കറി മുള്ളും എന്നൊക്കെ വിചാരിച്ചത് നെതന്യാഹുവും ട്രംപും ഒക്കെ ഈ അറബ് രാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പ് കണ്ട് ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. നെതന്യാഹു ഇത് പറഞ്ഞെങ്കിലും ആദ്യമൊക്കെ ഗമയോടെ ഇങ്ങനെ കോളറൊക്കെ വലിച്ചിരുന്ന ട്രംപ് ഇന്നലെ പറഞ്ഞത് ഗസയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കലും അതിൻ്റെ വികസനവുമൊക്കെ നീട്ടിവെക്കുമെന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ മനസ്സിലാകും. ഇറാൻ പേടി ഉള്ളിൽ തട്ടിയിരിക്കുന്ന നെതന്യാഹുവും ട്രംപും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനി പറയുന്നത്. അടുത്തതായി ട്രംപിൻ്റെതായിട്ടുള്ളത് മറ്റൊരു തള്ളാണ്. വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന USAID പിരിച്ചുവിടുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ആ പരിപാടി ഒന്നും നടക്കില്ല എന്ന് അമേരിക്കൻ കോടതി തന്നെ പറഞ്ഞപ്പോൾ അതും പൊട്ടി. പിന്നെ ഉള്ളത് ചൈനയ്ക്ക് 10% വ്യാപാര നികുതി ഏർപ്പെടുത്തുമെന്നുള്ള പുള്ളിയുടെ വേറെ തള്ളായിരുന്നു. അത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ അവരത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചൈനയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ലാത്തത് കൊണ്ട് ചൈനയ്ക്ക് നികുതി അടിച്ചാൽ അത് അമേരിക്കയിലെ സാധാരണക്കാരെ ബാധിക്കും എന്ന് ട്രംപിനും മനസ്സിലായി. അതുകൂടാതെ ഈ അമേരിക്കയിൽ ഇക്കാര്യത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അത് ട്രംപിനെ വളരെയധികം ഭയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ട്രംപ് ആ 10% നികുതി അടയ്ക്കുന്ന പരിപാടിയും മാറ്റിവെച്ചു. ഇപ്പോൾ 10 പൈസ വേണ്ട, ചൈനയുടെ മുഴുവൻ സാധനവും ഇങ്ങോട്ട് കൊണ്ടുപോര് എന്നാണ് ട്രംപ് പറയുന്നത്. ചൈനയുടെ ഇടപെടൽ പേടിച്ച് പനാമ കനാൽ പിടിച്ചെടുക്കും, ഇറാനെ ആക്രമിക്കും, ഗ്രീൻലൻഡും ഈ കാനഡയും ഒക്കെ അമേരിക്കയുടെ സ്വന്തമാക്കും, അതുപോലെ മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ കെട്ടും. ഇങ്ങനെ ഒരു തള്ളിൻ്റെ ഘോഷയാത്രയാണ് ട്രംപ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ചുമ്മായാണെന്ന് ഇപ്പോൾ ലോകത്തിന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഈ പരിപാടികളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്, എല്ലാം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ആകെ സംഭവിച്ചത് ഇന്ത്യ പോലുള്ള 2-3 രാജ്യങ്ങളുടെ കുറച്ച് ആൾക്കാരെ, പാവപ്പെട്ട അരി മേടിക്കാൻ വേണ്ടി ആ നാട്ടിൽ പോയി കിടന്ന കുറച്ച് ആൾക്കാരെ ചങ്ങലക്കിട്ട് വളരെ ഭീകരന്മാരെ കൊണ്ടുവരുന്ന പോലെ സൈനിക വിമാനത്തിൽ ഈ രാജ്യങ്ങളിലേക്ക് എത്തിച്ച്, അതിൽ പല രാജ്യങ്ങളും ഇങ്ങനെ ഞങ്ങളുടെ ആൾക്കാരെ ഇങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, അവരൊക്കെ ജോലിക്ക് പോയ ആൾക്കാർ, അവരാരും കള്ളന്മാരും കൊള്ളക്കാരോ അല്ലെങ്കിൽ അത്രയും ഭീകരവാദികളൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, നിങ്ങൾ മാന്യമായി കൊണ്ടുവന്ന് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് ഈ വന്ന സൈനിക വിമാനത്തെല്ലാം തിരിച്ചയച്ചു. എന്നാൽ ഇന്ത്യ പോലെ അമേരിക്ക അമിതമായി ഭയക്കുന്ന പേടിക്കുന്ന ചില രാജ്യങ്ങൾ നാട്ടുകാരെ തിരിച്ചു കൊണ്ടുപോയി ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ വളരെ സ്വീകരിച്ച് അവർക്ക് ചായയൊക്കെ കൊടുത്ത് ഈ സൈനികരെ തിരിച്ചയച്ച് വളരെ സന്തോഷത്തോടെ ഇനിയും ഉണ്ട് കൊണ്ടുപോരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ രാജ്യത്ത് പൗരന്മാരോടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഉത്തരവാദിത്തമൊന്നുമില്ല. പൗരന്മാർ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ബലമായി ടാക്സ് പിടിച്ച് മേടിക്കാം, അല്ലെങ്കിൽ അവരെ കേസിൽപ്പെടുത്തി അവരുടെ ആ വസ്തുവകളെല്ലാം മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ള ചില നയങ്ങളാണ് ഇന്ത്യയിൽ പൊതുവായി നമ്മൾ നടപ്പിലാക്കേണ്ടത്. അതിൽ കുറച്ച് വർഗീയപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ത്യക്ക് ലോകത്ത് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കുന്ന ഇത്തരം ചില കാര്യങ്ങളിൽ ഗവൺമെൻറ് തീരെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇനി എത്ര പേര് തിരിച്ചു വന്നാലും ഞങ്ങൾ എടുത്തോളാം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കും ഇൻട്രസ്റ്റ് ആണ്, എല്ലാവരെയും കയറ്റിവിടാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും മാറ്റി പറയുന്നതിലൂടെ തികച്ചും വകതിരിവില്ലാത്ത കാര്യങ്ങളാണ് ട്രംപിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ട്രംപിൻ്റെ 2ാം വരവിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അയാളിൽ നിന്നും നല്ല പക്വതയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും, നടപടികളുണ്ടാകും എന്നൊക്കെയാണ്. അതെല്ലാം ഒരു നിരാശയിലേക്ക് മാറുകയാണ്. അയാൾ പറഞ്ഞതൊന്നുമല്ല ഇപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അയാൾ പറഞ്ഞ ഒരു കാര്യം നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും അയാളിൽ നിന്നുണ്ടായാൽ അതെല്ലാം അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം അമേരിക്ക അതിഭയങ്കരമായ സാമ്പത്തിക തകർച്ചയിലാണ്. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പണപ്പെട്ടികൾ മുഴുവൻ കാലിയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേൽ അവരുടെ മുടിയനായ വളർത്തുപുത്രനാണ്. ഇസ്രായേലിന് യുദ്ധം ചെയ്യാനും ഗുണ്ടാപ്പണി ചെയ്യാനും ഒക്കെ അമേരിക്ക ഇങ്ങനെ വാരിക്കോരി പണം ചെലവഴിക്കുന്നതാണ് അമേരിക്ക ഇത്രയധികം
നഷ്ടത്തിലേക്കും നാണക്കേടിലേക്കും വീണുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കയിൽ വരുന്ന ഒരു പ്രസിഡന്റും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇസ്രായേലിനുള്ള സഹായങ്ങളൊന്നും അവസാനിപ്പിക്കാതെ അമേരിക്ക ഒരിക്കലും സാമ്പത്തികമായി രക്ഷപ്പെടില്ല. കാരണം ഇസ്രായേൽ ലോകത്തെല്ലായിടത്തും ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ തന്നെ എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് അതെല്ലാം ഇസ്രായേൽ ആക്കണം എന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു വലിയ പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെല്ലാം പണം 10 പൈസ അവരെ ഇല്ല. ഇതെല്ലാം അമേരിക്ക കൊടുക്കണം, പണവും ആയുധങ്ങളും എല്ലാം കൊടുക്കണം. അങ്ങനെ കിട്ടാതെ വന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നത് തന്നെ. കാരണം അമേരിക്കയ്ക്ക് യാതൊരു നിവർത്തിയില്ല കൊടുക്കാൻ, അവരുടെ ഒന്നുമില്ല. അതുകൊണ്ട് അവർ ഒത്തുതീർപ്പിന് തയ്യാറായി ബന്ദികളെ തിരിച്ചെടുക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും എല്ലാം ചെയ്യുകയാണ്. ഇപ്പോൾ അവർക്ക് ഗസയിൽ ബോംബ് ചെയ്യേണ്ട, ആൾക്കാരെ കൊല്ലണ്ട, ഒന്നും വേണ്ട. ബന്ദികളെ എങ്ങനെ തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ നാണക്കേട് മുന്നിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും ചില തട്ടലുകൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ കാരണം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് നെതന്യാഹു പറയുമ്പോൾ അതിനു പിന്നിൽ തൻ്റെ ഏത് തോന്നിയാസത്തിനും തുള്ളുന്ന അല്ലെങ്കിൽ കൂട്ടുനിൽക്കുന്ന ഒന്ന് പുകഴ്ത്തിവിട്ടാൽ എന്തും വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ചക്കപ്പൊണ്ണനാണ് ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കൗശലക്കാരനായ ഈ നെതന്യാഹുവിൻ്റെ ധാരണയാണ്. അതുകൊണ്ടാണ് അയാളെങ്ങനെ ഈ ട്രംപിനെ വീണ്ടും പുകഴ്ത്തുന്നത്. ട്രംപിൻ്റെ തിരിച്ചുവരവ് ഒരു അവസരമാണെന്ന് ഇസ്രായേൽ കമ്പനികളും മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിലാണ്. കാരണം അമേരിക്കയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർക്ക് ഇസ്രായേലിൽ എന്തും ചെയ്യാൻ കഴിയും. എന്ത് ലോൺ വേണേൽ കിട്ടും, എന്ത് കാശ് വെച്ച് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം വളരെയധികം പ്രതീക്ഷയിലാണ്. ഇനി വീണ്ടും നമുക്കൊന്ന് തളർക്കാം, എല്ലാം അടിച്ചു പൊളിച്ച് തീർത്തിട്ടിരിക്കുകയാണല്ലോ. ഈ ട്രംപാണ് നെതന്യാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഹമാസിൻ്റെയും ഹൂത്തികളുടെയും മുന്നിൽ തോറ്റു തുന്നം പാടിയ നെതന്യാഹുവിനെ ട്രംപും ലോകത്തിന് മുന്നിൽ തോൽക്കുന്നത് കണ്ട് ഉള്ളിലുള്ള സന്തോഷം വാക്കുകളായി പുറത്തു വരുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപ് തൻ്റെ വാക്കുകളിൽ നിന്ന് ഓരോ തവണ പിന്നിലേക്ക് വലിയുമ്പോഴും അത് തോൽവിയുടെ കാര്യത്തിൽ നെതന്യാഹുവും ട്രംപും സമന്മാരാകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം നെതന്യാഹു മുഴുവൻ തോറ്റ് കിടക്കുകയുള്ളൂ. അപ്പോൾ അമേരിക്കയും അതുപോലെ തോറ്റ് കഴിഞ്ഞാൽ രണ്ടുപേരും തുല്യമായി തോക്കുമ്പം ആ നാണക്കേടിനെ മറികടക്കാൻ പറ്റും. അതിനെ അവർക്ക് ഈ അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി തന്നെ ന്യായീകരിക്കുകയും ചെയ്യാം. ലോകം മുഴുവൻ നടന്നിട്ട് ഞങ്ങൾ തോറ്റിട്ടൊന്നുമില്ല, ഞങ്ങൾ ജയിക്കുകയാണ്, കണ്ടില്ലേ എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും ഒരിക്കലും വസ്തുതയല്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞതുപോലെ ഈ ട്രംപ് എന്ന് പറഞ്ഞ ആൾ അമേരിക്കയുടെ വില കളയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജൂതനെ ചീത്ത വിളിച്ചാൽ ആ വിളിക്കുന്നവനെ പിടിച്ച് ജയിലിലിടും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അത്രയധികം വികാരമാണ് ഈ ജൂതന്മാരോട് ഈ ട്രംപിനുള്ളത്. അതിനർത്ഥം നെതന്യാഹു ട്രംപിൽ അത്രയധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമേരിക്കയിൽ ജൂതവിരോധം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് അത്ഭുതം. ഈ ട്രംപ് പറയുന്നതിന് അവിടുത്തെ നാട്ടുകാർ അമേരിക്കൻസ് ആരും വില വയ്ക്കുന്നില്ല. അമേരിക്കക്കാരെ സംബന്ധിച്ച് ജൂതൻ അവരെ ഊറ്റിക്കുടിക്കുന്ന ഒരു വിഷജീവിയാണ്. അവർ കൊടുക്കുന്ന ടാക്സിന് പ്രസിഡന്റുമാരെ കൈമണി അടിച്ച് ഊറ്റിക്കൊണ്ടു പോകുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്കൻസിനെ സംബന്ധിച്ച് ജൂതന്മാർ. അപ്പോൾ ഒരിക്കലും ജൂതന്മാരോട് അവർക്ക് ഈ പറയുന്ന താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അമേരിക്കയിൽ ജൂതവിരോധം വർദ്ധിക്കുന്നതും സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൽ വിദേശികൾ ആരെങ്കിലും പങ്കെടുത്തു കഴിഞ്ഞാൽ അവരെ പിടിച്ചിട്ട് കയറ്റിവിടുകയാണ്. അങ്ങനെ കയറ്റിവിട്ട ആൾക്കാർ കുറേ ഉണ്ട്. ഇപ്പം ഈ പല രാജ്യങ്ങളിലേക്കും കയറ്റിവിട്ട അങ്ങനെ പിടികൂടപ്പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ട്. വിദേശിയാണെന്ന് പറഞ്ഞാൽ കയറ്റിവിടാൻ പറ്റും. സ്വദേശിയാണെങ്കിലോ? ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് വെറും 4 കൊല്ലം മാത്രം ഭരിക്കുന്ന ഒരു പ്രസിഡന്റാണ്. അമേരിക്കയ്ക്ക് സ്ഥിരമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ അമേരിക്കയ്ക്ക് ക്രമേണ ദോഷമാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇനി ട്രംപിനും നെതന്യാഹുവിനുമൊക്കെ ഈ വെറും വാചക കസർത്തല്ലാതെ ലോകത്ത് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.